പണ്ടൊരു കഥ നമ്മളെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ളതാണ്. അതായത് ഈ മറ്റേ ആമ കുറ്റം ചെയ്തതിന് രാജാവിൻ്റെ ഫ്രണ്ട് ചെല്ലും. എന്ത് ശിക്ഷയാണ് ഇവന് കൊടുക്കേണ്ടതെന്ന് രാജാവ് ചിന്തിക്കും. ദൈവം ഏത് എന്നെ വെള്ളത്തിലെറിഞ്ഞ് കൊല്ലരുതേ എന്ന് അപേക്ഷിക്കും. അപ്പോൾ രാജാവ് പറയും, ആഹാ ഇവന് വെള്ളം പേടിയാണ്, എങ്കിൽ ഇവനെ വെള്ളത്തിൽ തന്നെ എറിഞ്ഞ് കൊല്ലാം എന്ന് രാജാവ് തീരുമാനിച്ച് ആമയെ വെള്ളത്തിലെറിയുന്നൊരു കഥ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ കഥയുണ്ടെന്ന് തോന്നുന്നു. ഏതാണ്ട് അതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സസ്പെൻഷൻ. കേരള ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ലൈംഗിക അപവാദ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്ന ഒരു ML. ശബ്ദരേഖ പുറത്തു വരുന്നു, വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വരുന്നു, നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. എല്ലാത്തിനും പിറകെ നിവർത്തിയില്ലാതെ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യുക. സാധാരണ ഒരു സസ്പെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരാളൊരു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ അയാൾ പിന്നെ ആ പാർട്ടി പരിപാടികൾ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു. സസ്പെൻഷൻ കാലാവധി അവസാനിച്ച ശേഷം പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നു. അതാണ് ഒരു കീഴ്വഴക്കം. ഏത് പാർട്ടിയാലും തന്നെയാണ്. ഇവിടെ സസ്പെൻഡ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടം പൂർവാധികം ഭംഗിയായി എല്ലാ പരിപാടിയിലും പങ്കെടുക്കുകയാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരം തീരുന്ന ദിവസം രാഹുൽ മാങ്കൂട്ടം ആ സമരപ്പന്തലുണ്ട്. KK രമയടക്കമുള്ള ആളുകളായിട്ട് വേദി പങ്കിടുന്നു. ഒടുവിൽ ഞാൻ അങ്ങോട്ട് വരൂല, അവനെ പറഞ്ഞു വിടണമെന്ന് VD സതീശൻ പറഞ്ഞതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്ന് പോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ മാങ്കൂട്ടമുണ്ട്, സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുമ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടമുണ്ട്. പോരാത്തതിന് അദ്ദേഹം വളരെ ഉഷാറായി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. VK ശ്രീകണ്ഠൻ അടക്കമുള്ള പാലക്കാട്ടെ നേതാക്കന്മാരെല്ലാം രാഹുൽ ഉഷാറായി പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന കാഴ്ചയും കേരളം കണ്ടുവരിക. രാഹുൽ ഇപ്പോഴും പാർട്ടിയുടെ രക്ഷകനാണ് എന്ന് ഒരു സംഘം പറയുന്നുണ്ട്. ഏത് VM സുധീരനും VD സതീശനും വയലാർ രവിയും AK ആന്റണിയും എല്ലാം ഉള്ള കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷിക്കാൻ രാഹുൽ മാങ്കൂട്ടമേ ഉള്ളൂ എന്ന് പറയുന്ന തരത്തിലുള്ള PR വർക്കുകൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. മാങ്കൂട്ടത്തിനെ വിമർശിക്കുന്നതിനെതിരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ വലിയ വിമർശനങ്ങൾ, അധിക്ഷേപങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ്. മെനക്കെട്ട് നിന്ന് ഒരു സംഘം അവരെ തകർക്കുന്നുണ്ട്. VD സതീശനെതിരെ ഒരു വലിയ വിമർശനങ്ങളാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം ഒരു പുതിയ ശബ്ദരേഖ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പുറത്തു വന്നു. അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കഷ്ടമാണ് കാര്യം എന്ന് പറയേണ്ടി വരും. കാരണം ആ പെൺകുട്ടി എത്രത്തോളം നിസ്സഹായയാണെന്നും ദുർബലയാണെന്നും പരിക്ഷീണയാണെന്നും ആ വാചകങ്ങൾ കേട്ടാൽ നമുക്കറിയാം. മറുവശത്ത് കേൾക്കുന്ന ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണെന്ന് അത് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം ഒരു തവണയെങ്കിലും കേട്ടിട്ടുള്ള കേരളത്തിലെ സകലമാന മനുഷ്യരും പറയും അത് രാഹുലിൻ്റെ ശബ്ദമാണ്. ഇപ്പോഴും അത് AI നിർമ്മിതമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന വെട്ടാളിമാർ ഉണ്ട്. പോട്ടെ, രാഹുലിനോട് ഇന്നലെ വീണ്ടും ചോദിച്ചു മാധ്യമപ്രവർത്തകർ, അല്ല പുതിയ വെളിപ്പെടുത്ത് വന്നല്ലോ, എന്താണ് ഇതിനകത്ത് പറയാനുള്ളത്? പുള്ളി ജേർണലിസം ക്ലാസ് എടുക്കുകയാണ്. അതായത് നിങ്ങളൊരു കാര്യം കൊടുക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് ചോദിച്ചുകൂടെ എന്നാണ്. ഫസ്റ്റ് ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് മാസം 3-4 ആ ഓഡിയോയിലുള്ള ശബ്ദം താങ്കളുടേതാണോ അല്ലയോ അതിന് ഉത്തരം പറയത്തില്ല. അത് പറയുമ്പോൾ വേറെന്തോ ന്യായങ്ങളൊക്കെയാണ് പറയുന്നത്. അതായത് അത് സമയത്ത് ഞാൻ പറയാം, സമയത്ത് എന്താണെന്ന് വെച്ച് ഞാൻ തീരുമാനിക്കാം. ഇത്തരത്തിലുള്ള ക്ലാസ്സുകളെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെൻ്റെ ശബ്ദമല്ല എന്ന് രാഹുലിന് പറയാം, അല്ലെങ്കിൽ അതെൻ്റെ ശബ്ദം വ്യാജമായി ചമച്ചതാണ് എന്ന് രാഹുലിന് പറയാം. ആ രണ്ട് വാചകങ്ങളും ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടില്ല. പകരം ഇത് ഇന്ത്യയിലെ ഒരു നിയമത്തിനുമെതിരായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള പറച്ചിലാണ്. പരാതി ഇവിടെ എന്നുള്ള ചോദ്യമാണ്. ശരിയാണ്, ഒരു പരാതി ഇതുവരെ ആ പെൺകുട്ടി നൽകാത്തത് കൊണ്ട് പരാതി എവിടെ എന്ന് ചോദിക്കാം. നിയമപരമായ നടപടി രാഹുലിനെതിരെ സ്വീകരിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് പരിമിതികളുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘവും പറയുന്നത്. നിങ്ങളൊരു വോയിസ് കൊടുത്തു, ആ വോയിസ് കൊടുത്ത് പിന്നീട് എൻ്റെ പാർട്ടല്ലേ, എൻ്റെ പാർട്ടിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു. ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്കെപ്പോഴാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം രാജ്യത്തുണ്ടല്ലോ. ഈ രാജ്യത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ അവകാശമുള്ളിടത്തോളം കാലം ഞാൻ ആ അവകാശമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ബോധ്യം, ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു പ്രവൃത്തിയും, ഇതെന്നല്ല രാജ്യത്തെ നിയമത്തിനെതിരായിട്ട് ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ ബോധ്യമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഒരിക്കൽ കൂടി പറയുന്നു, ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ
എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട്. ഏതായാലും ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ആ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ തയ്യാറെടുക്കുന്നു എന്നൊക്കെയാണ്. ഏതായാലും ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, സംസ്ഥാന നിയമസഭയിലെ ഒരു MLA എന്നുള്ള നിലയിൽ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് രാഹുലിന് ഉത്തരം പറഞ്ഞാൽ മതിയാവും. അപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ ശബരിമല സ്വർണ്ണക്കേസിൻ്റെ അവിടെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തില്ലേ, അല്ലെങ്കിൽ പത്മകുമാറിനെ നിങ്ങൾ സംരക്ഷിക്കുന്നില്ലേ? രണ്ട് വിഷയങ്ങളാണ്. പത്മകുമാർ ശബരിമലയിൽ സ്വർണ്ണം മുട്ടിക്കെങ്കിൽ പത്മകുമാർ ഭാഗത്തുണ്ട്, അതുമായി ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതായാലും അതിലെ സത്യവും പുറത്തു വരട്ടെ. സത്യങ്ങളെല്ലാം പുറത്തു വരാനുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് കേരളം വളരെ പ്രതീക്ഷയോടെ കണ്ടുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് എന്ന് നിസ്സംശയം പറയും. യൂത്ത് കോൺഗ്രസിൽ കേസ് പ്രവർത്തനമായി തുടങ്ങി, വളരെ പെട്ടെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് വരുന്നു, MLA ആകുന്നു, പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട് പോയി മത്സരിക്കുന്നു, അവിടെ ജയിക്കുന്നു. അങ്ങനെയൊക്കെ ഇങ്ങനെ തകർത്ത് വാരി നിൽക്കുന്ന സമയത്താണ് ഈ ആരോപണം വരുന്നു. കുറച്ചു കാലം സൈലൻ്റ് ആകുന്നു. പൂർവാധികം ഭംഗിയോടെ മുടിയൊക്കെ വെട്ടി വേശ്യയിലൊക്കെ ചെയ്ത് സുന്ദരനായി വീണ്ടും പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഓപ്പോസിറ്റ് തീർത്തും ദുർബലരായ പരിശീലനരായ കുറച്ച് വ്യക്തികൾ കൂടി ഉണ്ട് എന്ന് രാഹുൽ ഓർക്കണം. അവർ ഉയർത്തിയ അല്ലെങ്കിൽ അവരുടെ പേരിൽ പുറത്തു വരുന്ന പരാതികൾ, അവരുടെ ദൈന്യമായ നിലവിളികൾ, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇനിയും രാഹുൽ മാങ്കൂട്ടം തയ്യാറാവുന്നില്ല. രാഹുലിനെ വേണമെങ്കിൽ രാഹുലിനെതിരെ നടപടിയെടുക്കാമെന്നൊക്കെ പറയാൻ മുരളീധരനുണ്ട്. രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാർ എന്നാണ് മുരളീധരൻ പറയുന്നത്. ആക്ഷൻ എടുക്കേണ്ട ഗവൺമെൻറ്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താണ്. സർക്കാരിന് ഏത് തീരുമാനം എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ പരിശോധിച്ച് എന്താണ് നടപടിയെന്ന് വെച്ചാൽ സർക്കാർ സ്വീകരിക്കണം. അന്വേഷിച്ച് കുറ്റം ചെയ്തെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസിനോ ഗവൺമെൻറ്റിനോ ഒരു തടസ്സവുമില്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ അംഗമല്ല. അദ്ദേഹത്തിനെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുക. കൂടുതൽ തെളിവുകൾ പുറത്തു വരികയോ മറ്റ് നടപടികളിലേക്ക് കടക്കുകയോ ചെയ്താൽ ഇപ്പോഴത്തെ അച്ചടക്ക നടപടി കുറേ കൂടെ കടുപ്പിക്കുന്ന തീരുമാനം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. വി ഡി സതീശൻ പറയുന്നത് ഒരാൾക്കെതിരെ ഒരു കുറ്റത്തിന് ഒരു പ്രാവശ്യമേ നടപടിയെടുക്കാൻ പറ്റൂ എന്നാണ്. അതിപ്പോൾ ഒരു ഗർഭചിത്രമായാലും 3 ഗർഭചിത്രമായാലും ഒരു പ്രാവശ്യമേ നടപടിയെടുക്കാൻ പറ്റൂ എന്നാണ് വി ഡി സതീശൻ്റെ ചോദ്യം ന്യായമാണ്. ഞങ്ങൾ സസ്പെൻഡ് ചെയ്യാനുള്ളത് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ശരിയാണ്, എന്ത് ചെയ്യണം? ഞാൻ ഇതിൻ്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ഇപ്പോൾ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു. നിങ്ങൾ നടപടി എടുക്കാത്ത ആളുകളോട് പോയി ചോദിക്കുക എന്തിനാ ഞങ്ങളോട് എന്താ? ഞാൻ ഒറ്റ ചോദ്യത്തിൽ എൻ്റെ മറുപടി ഒറ്റ വാചകമാണ്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായി 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? അല്ലല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. ബഹളം ഉണ്ടാക്കല്ലേ, അത്ര ആവേശം കാണിക്കില്ലേ, ബഹളം ഉണ്ടാക്കല്ലേ. ഞാൻ മറുപടി പറയല്ലേ, ഒറ്റ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ ഒറ്റ വാചകത്തിലുള്ള മറുപടിയാണ്. നടപടിയെടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ മറുപടി. നീ ഒന്നുമില്ല, നത്തിങ് മോർ. പാർട്ടിക്ക് സസ്പെൻഡ് ചെയ്യാം, പക്ഷെ പാർട്ടിക്കാരെല്ലാം രാഹുൽ മാങ്കൂട്ടം സിന്ദാബാദ് എന്ന് വിളിച്ച് നടക്കും. ഷാഫി പറമ്പിൽ ചോദിക്കുന്നതാണ് ഞങ്ങൾ നടപടിയെടുത്തു എന്ന് പറയുന്നതുകൊണ്ട് കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം അവിടെ അവസാനിക്കുകയാണ്, എന്തല്ലേ? ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്കില്ല. പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കൂടുതൽ പാർട്ടി ചെയ്യണമെങ്കിൽ അത് പാർട്ടി ആലോചിച്ചിട്ട് പറയും. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി ചെയ്യേണ്ട കാര്യം പാർട്ടി ചെയ്തിട്ടുണ്ട്, നടപടി എടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കാര്യങ്ങൾ പാർട്ടി ചെയ്യേണ്ടതില്ല. ഇനി അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും. പിന്നെ മറ്റു പാർട്ടികളിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നേതാക്കന്മാർക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങളും എല്ലാം ഇതിനെ സമീകരിക്കാനും ഇതിനെ ദുർബലപ്പെടുത്താനും ഇതിനെ പ്രതിരോധിക്കാനും ഒക്കെ ആവശ്യം പോലെ വാരി വിതറുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ കേരള ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ആരോപണമാണ് ഒരു ചെറുപ്പക്കാരനായ MLA-ക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ രാഹുലിനെ മാറ്റി നിർത്താനുള്ള ബാധ്യത കേരളത്തിലെ കോൺഗ്രസിനുണ്ട് എന്ന് ഞാൻ പറയുന്നതല്ല. പല കോണുകളിൽ നിന്ന് എത്രയോ മനുഷ്യർ പറയുന്നതാണ് രാഹുലിനെ മാറ്റി നിർത്താനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ടെന്ന്. രാഹുലിനെ മാറ്റി നിർത്താതെ രാഹുലിനെയും കൊണ്ടാണോ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത് എന്ന ചോദ്യം പാർട്ടിക്കകത്ത് തന്നെ വരുന്നുണ്ട്.
ഇന്നും ഒരു വനിതാ യൂത്ത് കോൺഗ്രസ് നേതാവ് സജിന, അവരുടെ പ്രതികരണം വന്നിട്ടുണ്ട്. പടിയടച്ച് പിണ്ടം വയ്ക്കാതെ നിവർത്തിയില്ല, പ്രതിരോധിച്ച മതിയാകും, മാറ്റി നിർത്തൂ എന്ന് അവർ നേതൃത്വത്തോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ നേതൃത്വം പറയുന്നത് ഞങ്ങൾ സസ്പെൻഡ് ചെയ്യാനുള്ളത് ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ശബ്ദരേഖ അനുസരിച്ചാണെങ്കിൽ വളരെ ക്രൂരമാണ് കാര്യങ്ങൾ എന്ന് പറയേണ്ടി വരും. ആ പെൺകുട്ടിയെ ഗർഭം ധരിക്കാൻ നിർബന്ധിച്ചത് ഇയാളാണെന്ന് ആ പെൺകുട്ടി ആരോപിക്കുന്നു. ഏതായാലും ഈ കേസിൻ്റെ സത്യം പുറത്തു വരുന്നത് വരെ, ഈ കേസിലെ ഈ സംഭവത്തിലെ സത്യം പുറത്തു വരുന്നവരെ ആ പെൺകുട്ടിയോടൊപ്പം നിൽക്കാൻ തന്നെയാണ് കേരള സമൂഹം ഒന്നായി ആഗ്രഹിക്കുന്നത്, തീരുമാനിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ശബ്ദരേഖയിലെ ശബ്ദം എൻ്റേതല്ല എന്ന് രാഹുൽ പറയണം, അല്ലെങ്കിൽ അത് എൻ്റേതാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയണം. അല്ലെങ്കിൽ എന്നെ അപമാനിക്കാൻ വേണ്ടി ആരെങ്കിലും വ്യാജമായി കെട്ടിച്ചമച്ചതാണ് എന്ന് കരുതി നിയമപരമായി അതിനെതിരെ മുന്നോട്ട് പോകാൻ രാഹുലിന് കഴിയണം. ഇതൊന്നും കഴിയാതെ എത്ര കാലം ഉടക്ക് ന്യായങ്ങളുമായി മുന്നോട്ട് പോകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയും എന്നറിയില്ല. അതുപോലെ ഈ അമ്മയെ തല്ലിയാലും 2 പക്ഷം ഉണ്ട് എന്ന് പറയുന്ന പോലെ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് പാർട്ടിക്കാരല്ലാതെ വേറെ ഒരുപാട് പേരുണ്ട്. മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് കുറേ ടീം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ചില സീരിയൽ താരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് പിന്തുണയ്ക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ താല്പര്യം. പക്ഷേ കേരളീയ പൊതുസമൂഹം ഇക്കാര്യത്തിൽ ചിന്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് തിരിച്ചറിയണം. പൊതുസമൂഹം എന്ന് പറയുന്ന 4 യൂത്ത് കോൺഗ്രസ്സുകാരും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന പിആറും ഈ പറയുന്ന മെൻസ് അസോസിയേഷനും സീരിയൽ താരങ്ങളും മാത്രമല്ല എന്നുകൂടി ഓർക്കണം. ഒരുപാട് അമ്മമാരും ഒരുപാട് അച്ഛന്മാരും ഒക്കെ വീട്ടിലിരുന്ന് ഈ വാർത്തകളൊക്കെ കാണുന്നുണ്ട്. അവരുടെ എല്ലാം മനസ്സിൽ എന്താണെന്ന് ആലോചിക്കണം. ഒരുപാട് പെൺകുട്ടികൾ ഇരുന്ന് ഈ വാർത്ത കാണുന്നുണ്ട്, ഇതൊക്കെ കാണുന്നുണ്ട്. തൽക്കാലം വേറൊന്നും പറയാനില്ല. രാഹുൽ മാങ്കൂട്ടം തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്ന് മാസങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളീയ സമൂഹം. അത് നൽകാൻ കഴിയാത്തടത്തോളം രാഹുൽ മാങ്കൂട്ടം താങ്കൾ പ്രതിസ്ഥാനത്ത് തന്നെയാണ്. ശരി.